ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നിലവിൽ നിങ്ങളടുത്തുള്ളൊരു ഫീലിങ്സും തേർഡ് പാർട്ടിയോടുള്ളൊരു ഫീലിങ്സുമാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിലവിൽ ഉള്ള ഒരു ഫീലിങ്സ് നിങ്ങളോടും എങ്ങനെയാണ്, തേർഡ് പാർട്ടിയോടും അവരെങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഒരു ഫീലിങ്സിലേക്ക് വരാം. ഇവിടെ നിങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് ബൈ പാസ്റ്റിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഹോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളെക്കാളും ഒരുപാട് സ്നേഹിച്ചത് നിങ്ങളായിരുന്നു. ആ ഒരു റിലേഷൻഷിപ്പിൽ അയാളാണ് എന്ത് മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നെങ്കിൽ ഇല്ലാത്ത കാര്യത്തിന് അയാൾ തന്നെയാണ് പിണങ്ങും. എന്ത് തന്നെ ചെയ്താലും നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് മാക്സിമം അത് പറഞ്ഞ് ഒഴിവാക്കുകയും വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില രാത്രികളിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഒറ്റയ്ക്ക് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ വന്നാലും സ്നേഹിച്ച് പോയതിൻ്റെ പേരിൽ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ വരെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു പേഴ്സൺ വിട്ടിട്ട് പോയ സമയത്താണ് നിങ്ങൾ തിരിച്ചെങ്ങനെയെങ്കിലും വരണം, എനിക്ക് റിലേഷൻഷിപ്പ് വേണം എന്ന് മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ കാണുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ പാസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആ ഒരു എൻഡ് വരെ പോയ സിറ്റുവേഷനിൽ നിന്ന് തിരിച്ച് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് നടക്കുന്നുണ്ട്. ലൈക്ക് നിങ്ങളായിരുന്ന ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഭയങ്കര ജെനുവിനായിട്ടുള്ള ഒരുപാട് സഹിച്ചിരുന്ന ഒരു പേഴ്സണിൽ നിന്ന് ഒരു ഷിഫ്റ്റിംഗ് മോഡ് നിങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പല കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളെ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ സെൽഫ് ജേണിയിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ കുറച്ചും കൂടെ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം ഈ ഒരു പേഴ്സണെ പറ്റി ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും പഴയതേപോലെ നിങ്ങൾക്ക് ഉറക്കമില്ലാത്തൊരു രാത്രിയിൽ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. മറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഉറങ്ങി വരുമ്പോഴായിരിക്കും പെട്ടെന്നൊന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഹാർട്ട് ബീറ്റും എന്ത് ചെയ്യണം എന്നറിയാത്തൊരു വെപ്രാളവും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ ശരീരത്തിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കാൻ നിങ്ങൾ വളരെ വീക്കായിട്ടുള്ള സ്റ്റേജിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി പുതിയ ഫ്രണ്ട്സുമായിട്ടൊക്കെ എൻഗേജ്ഡ് ആവുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ പാർട്ടിക്ക് പോവുക, റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് വീട്ടിലേക്ക് പോവുക, അങ്ങനെയുള്ള കുറച്ച് കാര്യത്തിൽ എൻഗേജ്ഡ് ആവുക, സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുക, ഏതെങ്കിലുമൊക്കെ ജോബ് സംതിങ് ലൈക്ക് കോഴ്സ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ നിലവിൽ എൻഗേജ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കറൻ്റ്ലി. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ നിലവിൽ തേർഡ് പാർട്ടിയുടെ കൂടെ തന്നെയാണ്. ഓക്കെ, അവർക്ക് അവരുടെ മനസ്സും ശരീരം എല്ലാം ഒരു തേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നതാണ്. പക്ഷേ ഒരിക്കലും അവരവിടെ ഹാപ്പിയല്ല, 100% അവരവിടെ ഹാപ്പിയല്ല. പക്ഷേ എന്തു പറയുന്നത്, മനസ്സുകൊണ്ട് അവർ സ്നേഹിച്ചു പോയി, അവരുടെ ട്രാക്കിലേക്ക് ആയിപ്പോയി. മനസ്സുകൊണ്ടും എന്തുകൊണ്ടൊക്കെ ഒരു അഫെക്ഷനും അറ്റാച്ച്മെൻറ്റും മനസ്സുകൊണ്ടുള്ള സ്നേഹമൊക്കെ അവിടെ നിന്ന് വന്നു പോയത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പോൾ വിട്ടുപോകാൻ പറ്റുന്നില്ല. കാരണം സ്നേഹിച്ചു പോയതിൻ്റെ പേരിൽ അവരവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നു എന്നാണ് ഞാനിവിടെ കാണുന്നത്. ഓക്കെ, അവർ ആ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ പേഴ്സൺ ഇപ്പോൾ ഏതൊരു തേർഡ് പാർട്ടിയുടെയാണ് നിൽക്കുന്നത് അതിലുള്ള ഒരാളെന്ന് പറയുന്നത് ആ ഒരു പേഴ്സൻ്റെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഭയങ്കര വഴക്കാളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളെ പേഴ്സണലെടുത്ത് ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്യുക, എപ്പോഴും കാര്യമില്ലാത്ത കാര്യത്തിന് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഭയങ്കരമായിട്ടൊരു അഗ്രഷൻ മോഡ് അങ്ങനെയാണ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്തായിരുന്നോ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണ് ആ ഒരു പേഴ്സൺ അതിൻ്റെ ഇരട്ടിയായിട്ടായിരുന്നു അവിടെ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ലൈക്ക് അവരാണിപ്പം എല്ലാ രാത്രിയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മാക്സിമം അത് പറഞ്ഞ് ഒഴിവാക്കുക, എല്ലാ പ്രശ്നവും ഓക്കെ ഇതങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവരൊരു ട്രാക്കിലേക്ക് കൊണ്ടുവരിക. കാരണം അവരിപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പിൽ മനസ്സുകൊണ്ട് സ്നേഹിച്ചു പോയതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി കൂടെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് അവരുടെ മനസ്സിലുള്ളത്. ഓക്കെ, പക്ഷേ അവരുടെ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇതെന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണിൻ്റെ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു അഗ്രഷൻ മോഡാണ്, എന്ത് തന്നെയാണ്. പക്ഷെ അവർക്കും നിങ്ങളുടെ ഒരു പേഴ്സണിനെ വേണം, ഹോൾഡ് ചെയ്യണം. എന്തൊക്കെ വന്നാലും എനിക്ക് ഇവനെ അല്ലെങ്കിൽ ഇവിടെ തന്നെ വേണം എന്നുള്ളൊരു മൈൻഡ് തന്നെയാണ് അവർക്കും ഉള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് ആരൊക്കെ ഇടയ്ക്ക് നിന്നാലും ആ ഒരു കാര്യത്തിന് തട്ടി മാറ്റാൻ മാത്രമേ അവർ ശ്രമിക്കത്തുള്ളൂ. ഒരു പരിധി വരെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടാക്കാനും ഒരു കാരണക്കാരായിട്ടുള്ളത് ഈ ഒരു തേർഡ് പാർട്ടീസ് തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, ചിന്തിക്കുന്നുണ്ട്. കാരണം ക്യാരക്ടർ വൈസ് നോക്കുമ്പോഴും ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർ കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ചില സിറ്റുവേഷൻ വരുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഒരു വെർത്ത് അവർ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. കമ്പയർ ചെയ്യുമ്പോൾ ഇവളിങ്ങനെ ആയിരുന്നില്ലല്ലോ അല്ലെങ്കിൽ അവൻ അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നുള്ള ഒരു ജഡ്ജ്മെൻറ്റ് അവരുടെ മനസ്സിലേക്ക് പോകുന്നുണ്ട് ചില ഇൻസിഡൻ്റ് ഒക്കെ വരുന്ന സമയത്ത്. ഓക്കെ, അവരൊരു ജഡ്ജിങ് മോഡിൽ നിൽക്കുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത്, തേർഡ് പാർട്ടിയുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് അവർക്ക് എല്ലാവരും എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരൊരു റിലേഷൻഷിപ്പിൽ ലൈക്ക് അവരൊരു ജഡ്ജിങ് മോഡിൽ നിൽക്കുകയാണ്. ഇവൾ അങ്ങനെ ആയിരുന്നില്ല എൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഇവൻ അങ്ങനെ ആയിരുന്നില്ല, ഇതുപോലെയല്ല, എൻ്റെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ എന്ത് ചെയ്യാൻ, സ്നേഹിച്ചു പോയതിൻ്റെ പേരിൽ അവർക്കത് വിട്ടിട്ട് പോകാൻ പറ്റുന്നില്ല.
ഓക്കെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ടിയും തേർഡ് പാർട്ടിയായിട്ട് കുറച്ച് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡീലിങ്സ്, തേർഡ് പാർട്ടി നിങ്ങളുടെ പാർട്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യലി. ഓക്കെ, അങ്ങനെയുള്ള കുറേ സപ്പോർട്ടിലൂടെയും കുറേ കാശ് കൊടുത്തുള്ള ഒരു ബന്ധത്തിലൂടെയും നിങ്ങളെ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സണെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പിടിച്ചെടുത്തിരിക്കുന്നത്. ഓക്കെ, അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണെ ഒരു അടിമയെ പോലെ തന്നെ കൂടെ വേണം, ലൈഫ് ലോങ് വേണം, ഇവനെ പോലെ അല്ലെങ്കിൽ ഇവളെ പോലെ ഈ ഒരാൾ മാത്രമേ നിൽക്കത്തുള്ളൂ എന്നുള്ളൊരിതിലാണ് നിൽക്കുന്നത്. ഓക്കെ, പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് വരെ കർമ്മയൊന്നും വരാൻ പോകുന്നില്ല. കാരണം ആ ഒരു പേഴ്സൻ്റെ ഒരു ഡെസ്റ്റിനിയിലുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വരിക എന്ന് പറയുന്നത്. അതിന് കാരണം നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ എന്താണോ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എന്തുമാത്രമാണോ വിഷമിച്ചിട്ടുള്ളത്, അത് തന്നെയാണ് ഇയാൾ അവിടെ നിന്ന് വിഷമിക്കുന്നത്. പക്ഷേ ഇതിൽ കാണുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തേർഡ് പാർട്ടിയുള്ള ഒരു ഒരു ഫ്യൂച്ചർ ഞാനിവിടെ കാണുന്നില്ല. ലൈക്ക് നിങ്ങളുടെ പേഴ്സൺ തന്നെ അത് വിട്ടിട്ട് പോകും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തന്നെ അത് വിട്ടിട്ട് പോകുന്നതായിട്ട് കാണുന്നത്. ഒട്ടും പറ്റാതെ നിവൃത്തിയിട്ട് എനിക്കിനി ഒട്ടും പറ്റത്തില്ല ഈ ഒരു റിലേഷനിൽ പിടിച്ച് നിൽക്കാൻ എന്നുള്ളൊരു മൈൻഡിലായിട്ട് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ലെഫ്റ്റായിട്ട് പോകാൻ ചാൻസ് ഉള്ളതായിട്ട് ഞാനിവിടെ കാണുന്നുണ്ട്. പക്ഷേ ലെഫ്റ്റായിട്ട് പോയാൽ പോലും തിരിച്ച് നിങ്ങളിലേക്ക് പെട്ടെന്നൊരു വരവ് അത് ഞാനിപ്പോൾ നിലവിൽ കാണുന്നില്ല. ഇപ്പോഴുള്ളൊരു സിറ്റുവേഷനാണ് പറയുന്നത്. മേ ബി ഫ്യൂച്ചറിൽ കാണുമായിരിക്കാം. ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ അവർ നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. ലൈക്ക് ഒരു തോട്ട്സും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് വരണമോ വേണ്ടയോ എന്നുള്ളൊരിതും അവരതും ആലോചിക്കുന്നില്ല. അവരുടെ മനസ്സ് ശരീരം എല്ലാം അവിടെ തന്നെയാണ്. ജഡ്ജ് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അവർ സ്നേഹിച്ച് പോയതുകൊണ്ട് തിരിച്ച് വരാൻ പറ്റുന്നില്ല. എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകണം എന്നുള്ള അതിയായ ആഗ്രഹം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു സ്റ്റാൻഡിൽ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു പേഴ്സണെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം അത്രത്തോളം നിങ്ങൾ മനസ്സിൽ സ്നേഹിച്ചതാണ്. ഈ പറഞ്ഞതുപോലെ ഒരു 100%-ൽ ഒരു 70% മാത്രമേ നിങ്ങൾക്കൊന്ന് മാറാൻ സാധിച്ചിട്ടുള്ളൂ. ഒരു 30% പിന്നെ അവിടെ കിടക്കുകയാണ്. കാരണം നിങ്ങൾ അത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. നിങ്ങൾ അത്രത്തോളം സ്നേഹിച്ചൊരു വ്യക്തിയാണ്. ചിലരുടെയൊക്കെ അവരുടെ ഫാമിലിയേക്കാൾ ഇമ്പോർട്ടൻസ് സ്വന്തം സോളിനേക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ആ ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെയൊക്കെ കാണിച്ച സമയത്ത് നിങ്ങൾക്കത് സഹിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഏഞ്ചൽസ് തരുന്നൊരു ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ് ഉള്ള ആൾക്കാർ ഞാൻ പറയാം ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഹെൽത്തിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് ചാടി ഇനി ഒരു കാര്യത്തിന് തീരുമാനം എടുക്കാണ്ടിരിക്കുക. ബൈ റിലേഷൻഷിപ്പ് ആണെങ്കിൽ വേറെ എന്ത് കാര്യത്തിൽ എൻഗേജ്ഡ് ആവുകയാണെങ്കിൽ പോലും എടുത്ത് ചാടി ഒരു കാര്യത്തിന് തീരുമാനം എടുക്കാണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് ദോഷമായിട്ട് വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കുറച്ച് ക്രിട്ടിക്കലാണ്. ലൈക്ക് വേറെ എന്തെങ്കിലും കോഴ്സ് റിലേറ്റഡ് എന്താണെങ്കിൽ പോലും ഒന്നിനും ചെന്ന് എടുക്കാണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ എന്താണോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ യൂണിവേഴ്സ് എല്ലാ കാര്യത്തിനും നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കും എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.